നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിനും ഇടതു മുന്നണിക്കും ആശ്വാസമായി മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ് കോടതി വിധി. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ നൽകാൻ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിയാത്തത് ഹർജി തള്ളാൻ കാരണമായി. മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കും CMRL കമ്പനി പണം നൽകിയതിന് സർക്കാരിൽ നിന്ന് എന്ത് പ്രത്യുപകാരം കിട്ടി എന്നതിന് രേഖകളില്ലാത്തത് മാത്യുവിന് തിരിച്ചടിയാവുകയായിരുന്നു. ഗൂഢാലോചന പൊളിഞ്ഞെന്ന് CPM ആരോപിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമോ? വിജിലൻസ് അന്വേഷണം ഇല്ലാത്തത് മാസപ്പടിയിൽ ട്വിസ്റ്റോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് ശ്രീ ഷോൺ ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ B ജയരാജ്, ഇതിലിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് SFIയുടെ അന്വേഷണവും EDയുടെ അന്വേഷണവും CMRലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ മാത്യു കുഴൽനാടന്റെ ഒരു ഹർജി വരുന്നത്. വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ ഈ CMRലിന് വേണ്ടി ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ ചെയ്തു കൊടുത്തു. അത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കും നൽകിയ പണത്തിനുള്ള പ്രത്യുപകാരം എന്ന രീതിയിലുള്ളതാണ്. ഇതായിരുന്നുവല്ലോ ഹർജിയിലെ വാദം. പക്ഷേ ഫാക്ട്സ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട്, തെളിവുകൾ നിരത്തുവാൻ കഴിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി ആ ഹർജി തള്ളിയത്. ഇതോടുകൂടി മാസപ്പടി കേസ് ഇല്ലാതായി എന്നുള്ള ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? ഹലോ ഡോക്ടർ, താങ്കളോടാണ്. B ജയരാജ്, താങ്കളോടാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയത്. ഈ കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് CMRന് അനുകൂലമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതിനു വേണ്ടുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയതുമില്ല. ഇത് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത് നേരത്തെ തന്നെ. അതായത് ഇതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ ഞാൻ ന്യൂസ് 8 തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അന്നേരം എല്ലാം ഇതിനെക്കുറിച്ച് കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളും മണൽക്കടത്തും മറ്റേതും മറിച്ചതും എന്തെല്ലാം ഈ മലർപ്പൊടിക്കാരന്റെ മനോസ്വപ്നം പോലെ ഓരോരോ ഫാന്റസി സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഫാന്റസി സ്റ്റോറീസ് ഒന്നും ഇലക്ഷൻ വരെ മാത്രമേ ഇതിന് ആയുസുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. ഇതിനകത്ത് സൈറ്റ് ചെയ്തിരിക്കുന്ന 2 കേസുകൾ, ഇതിനെ ഒന്ന് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗവൺമെന്റ്, പിന്നെ മനോജ് എബ്രഹാമിന്റെ കേസുമാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ തള്ളാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട് കോടതി. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. 3 ചോദ്യങ്ങളാണ് കോടതി ഇതിനകത്ത് ചോദിച്ചത്. എന്തെങ്കിലും CMRലും KMMLുമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്ത് ഫേവറാണ് CMRലിന് കിട്ടിയത്? CMRലിന് കിട്ടിയതിന് എന്ത് ഫേവറാണ് തിരിച്ച് A6, അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കും A6 അക്യൂസ്ഡ് A6 ആൻഡ് A7 കൊടുത്തത്? അങ്ങനെയുള്ള അതിന് തെളിവുകളില്ല. ഹാസ് ദ ബോർഡ് exempted the land of KREML ഫ്രം ദി ഇതിനകത്ത് അതിന്റെ സീലിങ്ങിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചത്. പക്ഷെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ ഇതിനു വേണ്ടുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഈ എല്ലാ തെളിവുകളും തന്റെ കൈകളിലുണ്ട് എന്ന് ശങ്കരാടി മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ, ഏതാണ് നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിൽ പറയുന്നത്, തെളിവുകളും രേഖകളും എല്ലാം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള പൊള്ളയായ വാദതരങ്ങളാണ് മാസങ്ങളായി കേരളത്തിന്റെ അന്തരീക്ഷത്തെ മുഖ്യമന്ത്രിയുടെ മകളെ അപകീർത്തിപ്പെടുത്താനായിട്ട് നിരന്തരമായി രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടു കൂടി അതിനെ ഏറ്റുപിടിച്ച, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാർക്കും ഈ മാത്യു കുഴൽനാടന്റെ ഇത്തരം നടപടികളോട് ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ നേതാക്കന്മാരുൾപ്പെടെ പലർക്കും താല്പര്യമില്ല. അതൊരു 1 man ഷോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ കോടതിയിൽ നിന്ന് നല്ല തിരിച്ചടി, മുഖത്തേറ്റ കനത്ത അടി തന്നെയാണ് മാത്യു കുഴൽനാടൻ. ഒരു അന്വേഷണത്തിലൂടെയല്ലേ ഈ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ? കോടതി ചോദിക്കുന്നുണ്ട് ഇതിൽ വസ്തുതകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്, ഫാക്ട്സ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയാണ്. പക്ഷേ ഒരു അന്വേഷണത്തിലൂടെയല്ലേ ഇക്കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ? കോടതി ചോദിക്കുന്നുണ്ട് ഈ CMRL കമ്പനിയും KMMലും തമ്മിലുള്ള, അതൊരു സംസ്ഥാന പൊതുമേഖലാ കമ്പനി ആയതുകൊണ്ടാണ് KMMലുമായുള്ള ബന്ധം എന്താണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇതിൽ അടിസ്ഥാന വസ്തുത എന്ന് പറയുന്നത് CMRL എന്ന കമ്പനിക്ക് അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തു, അതായത് ഇൽമനൈറ്റ്,
അത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള അനധികൃതമായ ഇടപാടുകൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ വിജിലൻസ് അന്വേഷിക്കേണ്ടത്. ഇതിന് വിജിലൻസ് കോടതിയുടെ ഒരു മേൽനോട്ടം വേണം എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഹർജി. അതിലെന്തായാലും ഇൽമനേറ്റ് കിട്ടിയിട്ടുണ്ട് KMML-ൽ നിന്ന് CMRL എന്ന കാര്യം ഈ കോടതി വിധി വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അതിന് കോടതി കണ്ടെത്തുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് ഇൽമനേറ്റ് വിൽക്കുന്നതിന് വേണ്ടി തന്നെയാണല്ലോ അത് വേർതിരിച്ചെടുക്കുന്നത്. അതിപ്പോൾ CMRL വിറ്റു എന്നുള്ളത് കൊണ്ട് എന്ത് പ്രശ്നമാണ് ഉള്ളത്? വിദേശത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ ലാഭകരമായിട്ട് അവർക്കത് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആരോപണം, ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് CMRL കമ്പനിക്ക് അതുവഴി ഈ കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് കിട്ടിയത് തന്നെ അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് എന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് തെളിവുകൾ പോയി കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് എന്തുകൊണ്ടാണ് കോടതിയിൽ നിന്ന് വന്നത്, അങ്ങനെ ഒരു വിധിയിൽ വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ B ജയരാജ്, എന്തായാലും ഇൽമനേറ്റ് എന്ന അസംസ്കൃത വസ്തു അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക്. കുറഞ്ഞ, നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കരിമണൽ നാട്ടിൽ നിന്നാണ് വരുന്നത്, കൊല്ലം ചവറ ടൈറ്റാനിയത്തിന് അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ എങ്ങനെയാണ് കരിമണൽ ഖനനം ഒരുപാട് ഗ്രാമങ്ങളെ ഇല്ലായ്മ ചെയ്തെന്നും അവിടുത്തെ കുടിവെള്ളത്തെ എങ്ങനെ മലീമസമാക്കിയെന്നും എങ്ങനെ ആ പരിസരത്തുള്ള 3 കിലോമീറ്റർ അടക്കമുള്ള മണ്ണ് കുഴിച്ചാൽ ഒരു മണ്ണരയെ പോലെ കിട്ടാതായെന്നും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഇതെങ്ങനെ ബാധിച്ചെന്നും എഫ്ലുവൻസ് റിലീസ് ചെയ്യുന്നത് കടലിലോട്ടും കുറെയൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്താണ് അത് കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഭാഗമായി വളരെയധികം പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെയുള്ള മിക്കവാറും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത്. അതിന് പറയുന്നത് ഇലുമിനേറ്റ് ചെയ്യുന്ന ആ മണ്ണിൽ റേഡിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്നാണ്. അല്ല, ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് നമ്മൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ സാധനത്തിൽ നിന്നാണെന്ന് എല്ലാവിധ പരിസ്ഥിതിവാദികളും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് ശുദ്ധീകരിക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ എഫ്ലുവന്റ് പ്ലാന്റ് ഒന്നും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അത് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ പോലും. രണ്ടാമത്തത്, അതേ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു കമ്പനിക്ക് തന്നെ കൊടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. പക്ഷെ ഇവര് തമ്മിലുള്ള ബിസിനസ് ഡീൽ സ്വകാര്യ കമ്പനിക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ പിന്നെ ഈ അതല്ല, പൊതുമേഖലാ കമ്പനികളുടെ ഉദ്യമം എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കലല്ലോ ഡോക്ടർ B ജയരാജ്. അത് തന്നെയായിരുന്നു ആരോപണം. ഈ സ്വകാര്യ കമ്പനി അത് 14% KSIDCയുടെ ഷെയർ ഉണ്ടെങ്കിൽ പോലും അതൊരു സ്വകാര്യ കമ്പനിയാണ്, അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനല്ലല്ലോ. അങ്ങനെയാണ് ആ ഡീൽ എന്ന് പറയുന്നത്. ഈ കരാർ വന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ വിഷയം. നമ്മളിപ്പോ പറയുന്നത് പോലെ 2 കമ്പനികൾ തമ്മിൽ ബിസിനസ് ഡീൽ നടത്തിയിട്ടുണ്ടെന്ന് പോലെ തെളിവുകൾ കൊണ്ടുവരാനായിട്ട് കുഴൽനാടന് കോടതിയുടെ മുമ്പിൽ പരാജയമാണ്, അമ്പേ പരാജയമാണ്. ശരിയാണ്, വേണ്ടത്ര തെളിവുകൾ മാത്യു കുഴൽനാടന് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ കോടതി ഇക്കാര്യം തള്ളിയത്. ശ്രീ ശ്രീജിത് പണിക്കർ, ഈ മാസപ്പടി ഇടപാടിൽ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണോ? വാദങ്ങൾ അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ കോടതി അംഗീകരിക്കുക എപ്പോഴാണ്? കോടതിക്ക് തോന്നി കേസെടുക്കുന്ന സമയത്ത്. കോടതി ആരും പറഞ്ഞു കൊടുക്കണമെന്ന കാര്യമില്ല. കോടതിക്ക് തോന്നിയിട്ട് കോടതി തന്നെ കേസെടുക്കുന്ന കേസുകളുണ്ടല്ലോ. അതല്ലാത്ത കേസുകളിൽ കൃത്യമായ തെളിവുകളോ എവിഡൻസുകളോ ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി അന്വേഷിക്കില്ല. പണ്ട് കരുണാകരന്റെ കാലത്ത് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണ്ട എന്നുള്ള ഈ ഉത്തരവുണ്ടല്ലോ, ഇത് ഈ മാസപ്പടി കേസ് ആവിയായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടോ? ശ്രീ പണിക്കർ, മാത്യു കുഴൽനാടന്റെ കോപ്പിയടി വിവാദം പരിശോധിക്കും. അതെല്ലാം സമൂഹത്തില് ലഭ്യമാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത് ലഭ്യമാണ്. എങ്ങനെയാണ് കോപ്പി അടിച്ചതിന് ഡീബാർ ചെയ്തതെന്നും എങ്ങനെയാണ് സുപ്രീം കോടതി വക്കീലായെന്നും അയാൾ എങ്ങനെയാണ് പൊട്ടിമുളച്ച് വരുന്നതെന്നും പിന്നെ സുപ്രീം കോടതി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തെളിവുകൾ അയാളുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത്. അല്ലാതെ വേറെ ആരും ചെയ്തതൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള കോൺഗ്രസ് നേതാക്കളും മുതിർന്ന നേതാക്കളടക്കം പല ആളുകൾക്കും മാത്യു കുഴൽനാടന്റെ ഈ 1 മാൻ ഷോയോടും ഇത്തരത്തിലുള്ള വൈരനൈരാജന്റെ ബുദ്ധിയോടുള്ള പെരുമാറ്റത്തോടും യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീജിത് പണിക്കർ, ഈ മാസപ്പടിയെ, ഈ കേസ്, ഈ ആരോപണങ്ങൾ ഇതെല്ലാം ആവിയായി പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ? ഈ വിജിലൻസ് അന്വേഷണം ഇല്ല, വേണ്ട, കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവിലൂടെ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല ശ്രീ മഞ്ജുഷ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ ഒരു സേവനം നൽകാതെ തന്നെ 1.72 കോടി രൂപയുടെ പ്രതിഫലം മുഖ്യമന്ത്രിയുടെ മകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അതിന് ഒരു ഉന്നത വ്യക്തിയുമായിട്ടുള്ള ബന്ധം, അതായത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണം എന്നുമുള്ളത് ഒരു കണ്ടുപിടുത്തമാണ്. അത് ഇൻകം ടാക്സിന്റെ
അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ അതിനെ ശരിവെക്കുന്ന രീതിയിലത്തേക്കുള്ള പിന്നീടുള്ള ROCയുടെ ഒരു അന്വേഷണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അത് നടന്നു പോവുകയാണ്. അതും ഈ ഒരു കേസും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കേസിന് ആസ്പദമാകുന്ന ഒരു ഡീൽ അവിടെ CMRലുമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും ഒക്കെ ഉണ്ടാകുന്നതിന് ഉള്ള ബാക്ക്ഡ്രോപ്പ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉയർത്തിയാണ്, അതിനെ മുൻനിർത്തിയിട്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഈ ഒരു പെറ്റീഷനുമായിട്ട് കോടതിയെ സമീപിക്കുന്നത്. ആദ്യം അത് ഒരു ഇൻഡിപെൻഡന്റ് വിജിലൻസ് എൻക്വയറി എന്ന രീതിയിലത്തേക്കും, പിന്നീട് അത് കോടതി നേരിട്ട് നിയന്ത്രണത്തിലുള്ള കോടതിയുടെ സെക്ഷൻ 200 അനുസരിച്ച് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എൻക്വയറി അവിടെ വേണമെന്ന രീതിയിലത്തേക്കുമായിരുന്നു. അപ്പോൾ കോടതി അത് പരിഗണിച്ചതിന് ശേഷം 2 കാരണങ്ങളുടെ പേരിലാണ് ഇത് റിജക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് സാങ്കേതികമായിട്ടുള്ള ഒരു കാരണമാണ്. ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഒരു സാങ്ഷൻ അവിടെ ഉണ്ടാകണമോ വേണ്ടയോ തുടങ്ങിയ കാര്യത്തിനെ പറ്റി വളരെ വിശദമായിട്ട് പല ഓർഡറുകളും, മുൻപുള്ള പല ഓർഡറുകളെയും ഉദ്ധരിച്ചുകൊണ്ട് കോടതി അത് പറയുന്നു. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ ഒരു അൺനെസസറി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സ്ഥാപിക്കാൻ ഉതകുന്ന രീതിയിലത്തേക്കുള്ള തെളിവുകൾ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏത് രീതിയിൽ സ്ഥാപിക്കാനും പറ്റും ശ്രീജിത്ത് പണിക്കർ? ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഈ SFIയുടെ അന്വേഷണവും EDയുടെ അന്വേഷണവും അത് ഈ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ വരുന്നത്. അത് എക്സാലോജിക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള നേരിട്ടുള്ള കരാർ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതിലെ ആരോപണങ്ങളും അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകളുമൊക്കെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വരുന്നത്. ഇവിടെ അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം, അതായത് ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി എന്ന രീതിയിലുള്ളതാണ്. അത് മുഖ്യമന്ത്രി വഴിവിട്ട രീതിയിൽ CMRL എന്ന കമ്പനിയെ സഹായിക്കുവാനുള്ള ഇടപെടൽ നടത്തി. അത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് CMRL നിന്ന് വഴിവിട്ട് സഹായം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു പ്രത്യുപകാരം, ഒരു അഴിമതി അക്കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ വിധിയിലൂടെ മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി എങ്ങനെ അതിനകത്ത് നേരിട്ടിടപെട്ടു, അല്ലെങ്കിൽ ഈ പ്രത്യുപകാരം എന്ന് പറയുന്ന കാര്യം അത് ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. അതായത് കരിമണൽ ഖനനത്തിനുള്ള അനുമതി ഫലത്തിൽ ഈ CMRL എന്ന കമ്പനിക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല. അവിടെ KMML എന്ന സംസ്ഥാന പൊതുമേഖലാ കമ്പനിയും IRE എന്നുള്ള കേന്ദ്ര പൊതുമേഖലാ കമ്പനിയും ഇവർ വഴി CMRLന് ഇൽമനേറ്റ് കിട്ടുകയാണ് ഉണ്ടായത്. അതിലെവിടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു, എവിടെ മുഖ്യമന്ത്രി ഇടപെട്ടു, എവിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടർ ഇടപെട്ടു? ഇക്കാര്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ലിങ്കിങ് സാധ്യമല്ലാത്ത ഒരു കേസല്ലേ ഇത്? കോടതി വിധിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? അല്ല, നിശ്ചയമായും. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസിൽ അതിൽ ആരോപിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണോ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള എവിഡൻസ് അവിടെ നൽകുക. അങ്ങനെ പ്രൈമറി ആയിട്ട് ആ ഒരു അലഗേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ഇവിടെ കംപ്ലൈനന്റ് ആയിട്ടുള്ള ശ്രീ മാത്യു കുഴൽനാടനാണ്. അപ്പൊ നിലവിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രേഖകൾ പ്രകാരം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വിധിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കോടതി സുപ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന, ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന്, വാസ് ദെയർ എനി ബിസിനസ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL? ഇതിന്റെ ഉത്തരത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഡീലുകളും ഇല്ല. അതായത് ഇവർക്ക് പറയാൻ പറ്റുന്നത്, അല്പം മുമ്പ് ശ്രീ മഞ്ജുഷ പറഞ്ഞതുപോലെ KMMLും IREലും തമ്മിലുള്ള ഒരു കരാറുണ്ട് എന്നും IREലും CMRLും തമ്മിലുള്ള മറ്റൊരു എൻഗേജ്മെന്റ് ഉണ്ട് എന്ന നിലയ്ക്കുമുള്ള കാര്യമാണ്. അപ്പോൾ നേരിട്ട് KMMLനും CMRLനും തമ്മിൽ ഒരു കരാറുണ്ട് എന്ന രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ ഫേവർ റിസീവ്ഡ് ബൈ CMRL ഇൻ റിട്ടേൺ ടു ദി അലജ്ഡ് പേയ്മെന്റ് ടു A6 ആൻഡ് A7? അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കോ അവരുടെ കമ്പനിക്കോ എന്തെങ്കിലും പേയ്മെന്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന മെച്ചം എന്താണ്, എന്ത് രീതിയിലുള്ള സൗകര്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി പൂർണ്ണമായിട്ടും തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രേഖകൾ അദ്ദേഹത്തിന്റെ അലഗേഷന്റെ ഭാഗമായിട്ട് ഈ പെറ്റീഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3, ഹാസ് ദ ലാൻഡ് ബോർഡ് എക്സെപ്റ്റഡ് ദ ലാൻഡ് ഓഫ് KREML ഫ്രം ദ സീലിംഗ് ലിമിറ്റ്? അതായത് KREMLന്റെ പ്രോപ്പർട്ടിയുടെ സീലിംഗ് ലിമിറ്റിൽ നിന്ന് അവർക്ക് ഒരു എക്സെപ്ഷൻ ഗ്രാന്റ് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കളക്ടറുടെ ഇൻവോൾവ്മെന്റ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കളക്ടറാണ്. പക്ഷേ ആ കളക്ടർക്ക് ആ രീതിയിലത്തേക്കുള്ള ഒരു ശുപാർശ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് സാധാരണ രീതിയിൽ ഏതൊരു സർക്കാരും അല്ലെങ്കിൽ ഏതൊരു ജനപ്രതിനിധിയും തന്റെ മുന്നിൽ വരുന്ന ഒരു നിർദ്ദേശത്തിനെ അപ്രൂവ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യങ്ങളെ പറ്റി ശുപാർശ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ നടപടിയാണ് എന്നും അത് ഒരു വഴിവിട്ട ഒരു പ്രവർത്തനത്തിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് എന്ന രീതിയിലേക്ക് കരുതാൻ കഴിയില്ല എന്നുമാണ് കോടതി പറയുന്നത്. പക്ഷെ അതിൽ ആ കോടതി വിധി തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ CMRLന്
അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് നേരിട്ടുള്ള വഴിയിലൂടെ അല്ല എന്ന് വ്യക്തമാവുകയല്ലേ? കാരണം ഈ IRE വഴിയാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വിദേശത്ത് നിന്നാണെങ്കിൽ ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് അവർ വാങ്ങിക്കേണ്ടി വന്നേനെ. അപ്പോൾ അവിടെ ഒരു ഫേവറിന്റെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കോടികളുടെ ലാഭം അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ ഈ ഒരു ഡീലിലൂടെ, അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിലൂടെ അവസാനമായിട്ട് ആ റോ മെറ്റീരിയലിന്റെ ആനുകൂല്യം കിട്ടുന്നത് CMRL-നാണ്. അപ്പോൾ ആ രീതിയിൽ കോടതി ചിന്തിച്ചിട്ടില്ല എന്നല്ലേ കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മാത്യു കുഴൽനാടനായിരുന്നു. അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്, ഈ CMRL-ന് കിട്ടിയിരിക്കുന്ന ഫേവർ? അല്ല, നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ ഭാഗമായിട്ട് അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിവിടെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതി സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ KMM-ലും CMRL-ലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ IRE-ൽ വരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പറയുന്നത്, കോടതി കണ്ടെത്തുന്നത്, ദിസ് മീൻസ് ദർ ഈസ് നോ ഡയറക്റ്റ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL. മോറോവർ, ദി അഗ്രിമെന്റ് ഫോർ റിമൂവൽ ഓഫ് സാൻഡ് ഡസ് നോട്ട് ഷോ ദാറ്റ് IREL ഈസ് ജോയിന്റ്ലി എൻഗേജ്ഡ് വിത്ത് KMML. അപ്പൊ KMML-ലുമായിട്ട് IREL-ന് നേരിട്ട ഒരു ബന്ധം ഈ സാൻഡ് റിമൂവലുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പോലും തോന്നുന്നില്ല എന്ന നിലയ്ക്കാണ് കോടതി ഇവിടെ പറയുന്നത്. തന്നെയുമല്ല, പിന്നീട് ഒരു ഫേവർ എന്ന രീതിയിലത്തേക്ക് ഇപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സംഷന്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലാൻഡ് സീലിംഗിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സംഷൻ കൊടുത്തിട്ടില്ല. അത് ഭാവിയിൽ വരാം എന്ന നിലയ്ക്കാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കാനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പലതവണ ഈ നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് പോയതാണ്. അപ്പോൾ കോടതി ഇത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വീണ്ടും വരുന്ന സമയത്ത് അത് ശരിയായ രീതിയിലുള്ള അപേക്ഷയല്ല സമർപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും അത് റിജക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള റിജക്ഷൻസ് ഒക്കെ ആ കാര്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അതിലൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഇതിനെ റിജക്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ് അവിടെ കോടതി പറയുന്നത്. അപ്പോൾ ആ കോടതിയുടെ ആ ചോദ്യത്തിന് തിരിച്ച് മറുപടി വസ്തുതാപരമായിട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രീ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല എന്നാണ് ഈ വിധി പ്രസ്താവത്തിൽ. വസന്ത് തെങ്ങുംപള്ളി കോടതിയെ സമീപിച്ചു എങ്കിലും മാത്യു കുഴൽനാടന് ഈ വസ്തുതകൾ കോടതിക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമാണ്. കോടതി ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല, ഇവിടെ ശ്രീജിത്ത് പറഞ്ഞതുകൊണ്ട് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് അവസാനം ഈ വിധി പറയാൻ വേണ്ടി 25-ാം തീയതിയിലേക്ക് അല്ലെ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസത്തേക്ക് മാറ്റിവെച്ചതാണ്. പിന്നീടും ഒരവസരം കൊടുത്തു. അന്നും ഒരവസരം മാത്യു കുഴൽനാടന് കൊടുത്തു ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊണ്ടുപോവാ എന്ന്. അദ്ദേഹം അവകാശപ്പെട്ടു, ഞാൻ കുറെ രേഖകൾ നൽകിയിട്ടുണ്ട് എന്ന്. പക്ഷേ അതൊന്നും ഉപകരിക്കുന്നത് അല്ലല്ലോ. ഇങ്ങനൊരു വിജിലൻസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് ഒരു വിധി കിട്ടുന്നതിന് എന്തുപറ്റി മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ? അല്ല, ശ്രീ മഞ്ജുഷ്, 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. ഒന്ന്, ആദ്യമായി തന്നെ ഇടതു പ്രതിനിധി ശ്രീ ഡോക്ടർ ജയരാജ്, അദ്ദേഹം മാത്യു കുഴൽനാടനെതിരെ എന്തോ വലിയ ഒരു നീണ്ട നിര ഓഫ് അലിഗേഷൻസ് ആണ് ഈ ചർച്ചയിൽ ഉന്നയിച്ചു വിട്ടിരിക്കുന്നത്. അതിൽ എല്ലാത്തിലും തന്നെ പിണറായി വിജയന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്ന ക്യാപ്സ്യൂളുകളാണ്, അലിഗേഷൻസ് ആണ്, ആരോപണങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കയ്യിലുള്ള എല്ലാ ഏജൻസികളും, വിജിലൻസ് അടക്കം, ക്രൈംബ്രാഞ്ച് അടക്കം, എന്തിനേറെ പറയുന്നു, ഈ PWD വകുപ്പിനെ അടക്കം വിട്ടുകൊണ്ട് നടത്താവുന്ന എല്ലാ അന്വേഷണങ്ങളും നടത്തി ആ ക്യാപ്സ്യൂളുകൾ മുഴുവൻ എക്സ്പയറി ആയതാണ് എന്ന് AKG സെന്റർ തന്നെ നേരിട്ട് അവിടുത്തെ ഫാക്ടറി മാനേജർ AK ബാലൻ തന്നെ അറിയിച്ചതാണ്. ഇനി അതെടുത്ത് വിസ്തരണം ചെയ്യരുത് എന്ന് ഡോക്ടർ ജയരാജിനോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം എന്താണ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ് എന്ന് വിചാരിച്ച് കോടതിയിലേക്ക് വരരുത്, ഇറങ്ങിപ്പോ എന്നൊക്കെ കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. കോടതി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് കോടതി പറയാത്തൊരു കാര്യം പറഞ്ഞാൽ, ഡോക്ടർ ജയരാജ്, അങ്ങേക്ക് ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ എളിയവന് നിയമത്തിൽ ബിരുദമുണ്ട്. കോടതി പറയാത്തൊരു കാര്യം ചാനൽ ചർച്ചകളിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു വഴിവക്കിൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ പോലും അത് കോടതി അലക്ഷ്യമാണ്. ആ നിയമ നടപടി അങ്ങ് നേരിടേണ്ടി വരും. കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വന്നിരിക്കുന്ന വെർഡിക്റ്റിൽ 30 പേജുള്ള വെർഡിക്റ്റിൽ ഒരിടത്തു പോലും ശ്രീ മാത്യു കുഴൽനാടൻ ഒരു സുപ്രീം കോടതി അഭിഭാഷകനായതുകൊണ്ട് അങ്ങയുടെ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണോ ഇതുമായി വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നുമില്ല. വളരെ കൃത്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AK ബാലൻ തുടങ്ങി ഡോക്ടർ ജയരാജ് വരെയുള്ള CPM-കാർ പറയുന്നത് പോലെ ഒരു കാരണവശാലും
മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് അഗ്നിശുദ്ധി വരുത്താൻ ഈ വിധിയോടുകൂടി സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഈ രാഷ്ട്രീയമായ ലാക്കോട് കൂടിയാണ് എന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് മാത്യു കുഴൽനാടനെ ഡയറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. ഇതിൽ മറ്റ് പലരും ആരോപണ വിധേയരായിരുന്നു. അവർക്കെതിരെ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് വേണ്ടി ഈ ഹർജിക്കാരൻ കോടതിയെ സമീപിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു രാഷ്ട്രീയ ലാക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു അന്വേഷണം മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ CMRL എക്സാലോജിക് ഇടപാട് സമയത്ത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അതാണല്ലോ ഇതിനെല്ലാം ബേസ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ പേരുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് മാത്യുവിന് പ്രശ്നമല്ല എന്ന രീതിയിലുള്ളത് തന്നെയാണ് കോടതിയുടെ ആ പരാമർശം വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രീ വസന്ത് അല്ല, ശ്രീ മഞ്ജുഷ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം ഒരു നിയമസഭാ അംഗമാണ്, കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, KPCCയുടെ ഭാരവാഹിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ രാഷ്ട്രീയം ഉണ്ടാവും, ഇതിൽ സംശയമൊന്നും വേണ്ട. ആ രാഷ്ട്രീയ ഇടപെടലിൽ തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. നോക്കൂ, ഞാൻ പറഞ്ഞത് ഇവർ ഇറക്കി വിടുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ മകൾ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു, അഗ്നിശുദ്ധി വരുത്തി വീണ തൈക്കണ്ടി എന്നുള്ള ക്യാപ്സ്യൂള് നിലനിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ വിധിന്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു അന്വേഷണത്തെ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? SFIO പോലെ ED പോലെ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ അന്വേഷണ ഏജൻസികൾ, ആ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ ഒരു പരാമർശം കോടതി വിധിയിൽ ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. മാത്രമല്ല SFIO അന്വേഷണവും EDയുടെ അന്വേഷണവും ഒന്നും വിജിലൻസ് കോടതിയുടെ ആ പരിധിയിൽ വരുന്നതല്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ലല്ലോ അതില്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങ് നേരത്തെ പറഞ്ഞതും ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞതും ഞാൻ വായിച്ചതുമായുള്ള വിധിയിൽ വളരെ അതിന്റെ ഒരു നേച്ചർ തന്നെ നിരീക്ഷണങ്ങളാണ്, കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങനെ കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിന്റെ ഓപ്പോസിറ്റ് നിരീക്ഷണങ്ങൾ നമുക്കും ഉണ്ടാവാം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? 1.72 കോടി രൂപ വീണ തൈക്കണ്ടിയുടെ കമ്പനി മേടിച്ചു എന്നുള്ളത് അന്വേഷണ വിധേയമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, അത് കണ്ടെത്തലാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ അത് 1961 245AA പ്രകാരം അർദ്ധ ജുഡീഷ്യൽ ബോഡിയായി ഇന്ത്യൻ പാർലമെന്റ് നിയമപ്രകാരം വന്നിരിക്കുന്ന ഒരു ഏജൻസി, അതാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ശരിയാണ്, അത് കണ്ടെത്തൽ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അതിന് ഈ പ്രത്യുപകാരം എന്ത് കിട്ടി എന്നുള്ളതാണല്ലോ, അതാണല്ലോ മാത്യുവിന്റെ വാദം. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളതാണല്ലോ മാത്യുവിന്റെ വാദം. അതാണ് വിജിലൻസ് കോടതി അംഗീകരിക്കാതെ പോയത്. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വേണ്ടി പരാതി നൽകിയിരുന്ന ഷോൺ ജോർജ് BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷോൺ, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ ഈ വിജിലൻസ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാനത് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെ മാത്യുവിന് രാഷ്ട്രീയം ഉള്ള പോലെ തന്നെ എനിക്കും കൃത്യമായ രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. ഞാനൊരു BJPയുടെ പ്രവർത്തകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇപ്പോ ഇദ്ദേഹം വസന്ത് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ആർക്കുമുള്ള ക്ലീൻ ചിറ്റ് അല്ല. പക്ഷേ ആ ക്ലീൻ ചിറ്റിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളിലേക്ക് നമ്മൾ ചെന്ന് ചാടരുതായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. 2, ഈ നിരായുധനായി നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്ന പോലെ ഈ ക്യാപ്സൂൾ ഉണ്ടാക്കാനുള്ള അവസരം എന്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എവിടെ എത്തും എന്ന് എന്നെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ അതിലൊന്ന് ഇടപെട്ടോട്ടെ. ഇങ്ങനെ ഒരു ഹർജിയുടെ ആവശ്യമില്ലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? കാരണം സംസ്ഥാന വിജിലൻസ് എത്ര അന്വേഷിച്ചാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അന്വേഷണം കൊണ്ടുപോകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്നിരിക്കെ ഇത്തരം ഒരു ഹർജിയുമായിട്ട് വിജിലൻസ് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണോ? അത് വെറുതെ ഒരു ആയുധം വെച്ചു കൊടുക്കുകയായിരുന്നു ഇടതു മുന്നണിക്ക് എന്നാണോ? AK ബാലൻ ഇതിൽ പ്രതികരിച്ചതും അങ്ങനെ ആ രീതിയിലാണല്ലോ. മുഖ്യമന്ത്രിയെയും മകളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന, അതിൽ മാത്യു കുഴൽനാടന് കോൺഗ്രസുകാരുടെ പോലും പിന്തുണയില്ല എന്ന് ബാലൻ പറയുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കേസുമായിട്ടാണോ മാത്യു കോടതിയിൽ പോയത്? ഇപ്പോ ഞാൻ ഇതേ വിഷയം എന്തിനിത് പോയി എന്ന് ഇതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എന്തിന് ഇത്തരത്തിലുള്ള കേസ്, പ്രത്യേകിച്ച് ഇപ്പോ PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നവരെ മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിച്ചപ്പോൾ
അവിടെ അതിനകത്തൊരു സ്ട്രാറ്റജിക്കൽ കാര്യമുണ്ട്. അതിനകത്ത് ആ സ്ട്രാറ്റജിക്കൽ തീരുമാനങ്ങളെല്ലാം എനിക്ക് ചാനലിൽ പറയാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചോദ്യം ഒരുപക്ഷെ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ചിലപ്പം നാളെ പത്രസമ്മേളനത്തിലോ എല്ലാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് വെളിപ്പെടുത്തുമായിരിക്കാം. അല്ല, അങ്ങനെ ഒരു FIR-ന്റെയോ മറ്റോ ആവശ്യം അങ്ങനെ വരുന്നുണ്ടോ? ഇപ്പോൾ വിജിലൻസ് ഒരു FIR ഇടുന്നു ഈ കേസിൽ, അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്? ഞാൻ സംശയം ഇല്ല. സെക്ഷൻ 447 അനുസരിച്ച് ഒരു ചാർജ് വന്നാൽ മാത്രം മതി. അതിന് വിജിലൻസ് കോടതി അങ്ങനെ ഒരു FIR പിണറായി വിജയനും മകൾക്കും എതിരായി ഇടും, അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇടുമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ അതൊരു മണ്ടത്തരമല്ലേ. ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പം ആദ്യം ബാംഗ്ലൂർ ഹൈക്കോടതിയെ വീണ സമീപിച്ചു, അതുപോലെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചു, CMRL കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഇതെല്ലാം അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയെ CMRL സമീപിച്ചിട്ടുണ്ട്. അപ്പൊ CMRL പറഞ്ഞൊരു കാര്യം, ഷോൺ ജോർജിന് ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത്, എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്നത്, ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്നും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനും ഷോൺ ജോർജ് നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാണ് അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ അവർ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മാത്രമാണ് നമ്മൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനം അല്ല. ശരിക്കും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് അപ്പുറത്തേക്ക് ഇവിടെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് CMRL-ഉം KSIDC-യും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ മുഴുവൻ ട്രാൻസാക്ഷനും എടുത്ത് പരിശോധിച്ചതിന് ശേഷം ആ രേഖകൾ ഉൾപ്പെടെയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതും ആ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പൊ SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു കോർപ്പറേറ്റ് ഫ്രോഡിന്റെ അന്വേഷിച്ച് അതിൽ നിന്നും വരുന്ന റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് കറപ്ഷനിലേക്ക്, ഇതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ കറപ്ഷനിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. അല്ല, മാത്യു ഇവിടെ കറപ്ഷൻ അന്വേഷിക്കണം എന്നുള്ള ആവശ്യത്തിലേക്കാണല്ലോ പോയത്. അതായത് CMRL-ന് എന്താണ് പ്രത്യുപകാരം കിട്ടിയത് മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും എന്നുള്ളതാണല്ലോ. ആ കറപ്ഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കോർപ്പറേറ്റ് ഫ്രോഡ് പ്രൂവ് ചെയ്യണം. ആ കോർപ്പറേറ്റ് ഫ്രോഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പൊ SFIയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളത്. അതിനുവേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പറയുന്നത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ട ഡോക്യുമെന്റ്സും അതിനുവേണ്ട തെളിവുകളും ഞാൻ SFIക്ക് കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിനെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ മാസം ഈ ഏപ്രിൽ മാസം 18-ാം തീയതി EDക്ക് ഞാനൊരു മറ്റൊരു പെറ്റീഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഇപ്പൊ എന്ത് തന്നെ ന്യായീകരണങ്ങൾ വന്നാലും ഒരു സംശയവും വേണ്ട, ഈ കേസിൽ കൃത്യമായ ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പ്രതിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ്, KSIDC-യിലെ 4ഓളം പ്രമുഖ ഉദ്യോഗസ്ഥർ പ്രതിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷണത്തിൽ തെളിയിക്കണം. ഒരു കാര്യം കൂടി, ഇതിലെല്ലാം താങ്കൾ ഈ കരിമണൽ ഖനനത്തിലേക്കാണല്ലോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എത്തിച്ചത്. അതാണല്ലോ ഈ പ്രത്യുപകാരം എന്ന രീതിയിൽ, അഴിമതി എന്ന രീതിയിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ വിജിലൻസ് കോടതി കണ്ടെത്തിയതിലും മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു, അല്ലെങ്കിൽ സർക്കാർ നേരിട്ടിടപെട്ടു, CMRL-ന് ഒരു ഫേവർ ചെയ്തു കൊടുത്തു എന്ന് തെളിയിക്കുവാനുള്ള എന്ത് ഫാക്റ്റാണ് ഇതിലുള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിൽ KMM-ലും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMM-ലും CMRL എന്ന കമ്പനിയും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ, ഇടപാടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഉത്തരമില്ല. ഈ മുഖ്യമന്ത്രി എന്ത് സഹായം ചെയ്തു കൊടുത്തു CMRL-ന്? ഉത്തരമില്ല. ഇത്തരം കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ഡേറ്റ് മാത്രം പറയാം. അതായത് ഒരു ജിയോ ഡേറ്റഡ് 31/5/2019 ആണെന്നാണ് എന്റെ വിശ്വാസം. അതെ, 31/5/2019 ഒറ്റ ജിയോ, അത് മാത്രം മതി. മറ്റൊന്ന്, അത് കൃത്യമായി കോടതിയുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയാതെ വന്നതോ അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി അത് മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി ആണോ? അത് ഈ കേന്ദ്രം അനുമതി അതാണോ, ഈ സാൻഡ് മൈനിങ് പാടില്ല എന്നുള്ള ആ ഒരു ഉത്തരവാണ്? അല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ജിയോ 31/5 കൃത്യമായി ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. ആ ജിയോയ്ക്കുള്ളിൽ തന്നെ, ആ ജിയോ പ്രഥമ ദൃഷ്ടിയ നോക്കിയാൽ ഒന്നുമില്ല, പക്ഷേ ആ ജിയോയ്ക്കുള്ളിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിനകത്ത് വ്യക്തമാണ്. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, CMRL കമ്പനിക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടണമായിരുന്നു. അങ്ങനെ ഒരു അനുമതി കിട്ടിയിട്ടില്ല. കാരണം ഈ 2004 കൊടുത്തിരുന്ന അനുമതി അത് ഫ്രീസ് ചെയ്തതിനു ശേഷം പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം CMRL സമീപിക്കുന്നു. പക്ഷേ അത് 2023 എന്ന് പറയുന്ന കമ്പനിയാണ് അതിനുവേണ്ടി അവർ രൂപീകരിച്ചത്. അതിനുവേണ്ടിയാണ് അവർ ലീസിന് പോയത്. അതിനുവേണ്ടിയാണ് ആറാട്ടുപുഴയിൽ വസ്തു വാങ്ങിച്ചത്.
പക്ഷെ അവിടെയും സീലിംഗിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടില്ല എന്നാണ്. അതും കോടതി സീലിംഗിന്റെ പരിധിയിൽ അത് അവര് 2019 ആ ലാൻഡ് മറ്റൊരു പർപ്പസിന് വേണ്ടി മിനറൽ കോംപ്ലക്സിന് വേണ്ടി മാറ്റം, അതായത് 15 വർഷക്കാലം ലാൻഡ് സീലിംഗിന്റെ പുറത്ത് നിന്ന് ആ വസ്തുവിനെ അത് എല്ലാ മാറി മാറി വന്ന ഗവൺമെന്റുകളും ഇവിടെ പാവപ്പെട്ടവൻ 15.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ വരുന്ന റവന്യൂ വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് 2019 വരെ ഇവരുടെ വസ്തുവിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് എല്ലാ വകുപ്പുകളും ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല. ശരിയാണ്. പക്ഷേ ഇതും മാത്യു പക്ഷേ ഈ കാര്യങ്ങളും എല്ലാം കോടതിയിൽ പറഞ്ഞു. താങ്കൾ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാത്യുവും പറഞ്ഞു. അത് മാത്രമല്ല, മാത്യു ഈ രേഖകൾ വിജിലൻസ് കോടതിയിൽ നൽകുകയുണ്ടായി. ഈ രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തുള്ള രേഖകൾ എന്താണ് ഷോൺ ഉള്ളത്? ഇതിപ്പോൾ മാത്യു മേൽക്കോടതിയിൽ പോയാൽ പോലും അല്ല, ഏത് മേൽക്കോടതി പോയല്ല അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണല്ലോ. ഈ മേൽക്കോടതി പോയി ആവശ്യപ്പെടാനുള്ളത് ഈ വിജിലൻസ് എൻക്വയറി തന്നെയല്ലേ മേൽക്കോടതി പോയി ആവശ്യപ്പെടാനുള്ളത്. താങ്കൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യം ഇവിടെയില്ല, അത് വെള്ള പൂശുന്നതിന് വേണ്ടി മാത്രമേ സഹായകരമാവുകയുള്ളൂ എന്ന്? അങ്ങനെ ഒരു വെള്ളപൂശൽ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുകയാണോ? അല്ല, എന്ന് ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ നിർബന്ധമായി എന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചും ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകാം. ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് എന്റെ പാർട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൊരു വാക്കുണ്ട്. ഞാൻ ഈ കേസിന്റെ അവസാനം വരെയും ഞാനൊരു വ്യക്തിയായി തന്നെ നിലകൊള്ളും. ഈ കേസിന്റെ എവിടെയും രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എന്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയേണ്ട രാഷ്ട്രീയവും രാഷ്ട്രീയ ആരോപണവും ഇതൊന്നും അല്ല. പക്ഷെ ഞാനതിന് ആ വിഷയത്തിലേക്ക് പോകാത്തത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ബിജെപിയുടെ മറ്റാരുമില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഈ ചർച്ചയിൽ. താങ്കളാണല്ലോ ഇതിൽ നേരിട്ട് ഈ കേസിൽ ഇടപെട്ടതും പരാതി കൊടുത്തതും. അതുകൊണ്ടാണ് എന്റെ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്ക് ഇത്തരത്തിലൊരു വിധി ഉണ്ടാക്കി ഇപ്പോൾ തമാശക്കാണെങ്കിലും ആരും വിശ്വസിക്കുകയല്ലെങ്കിലും കുറച്ചു ദിവസത്തേനെങ്കിലും ന്യായീകരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2, ഈ വിധി വരേണ്ടത് എന്നായിരുന്നു അറിയാവോ? ഈ വിധി വരേണ്ടത് ഏപ്രിൽ 25-ാം തീയതിയാണ്. ഏപ്രിൽ 25-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ വിധി വന്നാൽ 26-ാം തീയതി നടക്കുന്ന നിയമസഭാ ഇലക്ഷനില് ഒരു സംശയവും വേണ്ട, പിണറായി വിജയന് ക്ലീൻ ചിറ്റും അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടവും ഇലക്ഷൻ ഉണ്ടാകുമായിരുന്നു. കാരണം ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കാനോ SFI ഒന്നോ ED എന്നോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആക്ട് ഒന്നും നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പിണറായി വിജയന് ക്ലീൻ ചിറ്റ് എന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കേരളം മുഴുവൻ പ്രചരിപ്പിക്കുവാനും സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചരണം നടത്താൻ അവർക്ക് കഴിയും. അപ്പൊ ആ സാഹചര്യത്തിൽ 25-ാം തീയതി വന്നായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചാൽ ഞാൻ മറ്റൊന്നിനെ കുറിച്ചും പറയുന്നില്ല. 25-ാം തീയതി ഈ വിധി വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു ദിവസം കൊണ്ട് എങ്ങനെ അതിനെ പ്രതിരോധിക്കുമായിരുന്നു? ഇപ്പോഴുള്ളതിന്റെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടാണ് ബഹളം ഉണ്ടാകുന്നത്. ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ എത്ര ഗംഭീരമായി പിണറായി വിജയനെ ന്യായീകരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഭയപ്പെട്ടത് അത് തന്നെയാണ്. ഞാൻ ഭയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ ഞാൻ ഭയപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഈ മാത്യു മനഃപൂർവ്വം ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അതിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വസന്ത് മറുപടി ഇതിനുള്ള മറുപടി അതാരും സംശയിച്ചു പോകുന്ന കാര്യമാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ക്ലീൻ ചിറ്റ് എന്ന രീതിയിൽ ഇത്തരം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? വിജിലൻസ് അന്വേഷണം നടന്നിട്ട് എന്ത് പ്രയോജനമാണ് വസന്ത് ഉള്ളത്? അല്ല, നമ്മൾ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്ന ആരോപണം വളരെ മുമ്പേ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഇതിൽ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനുമായി ഒത്തുകളിക്കാൻ സാധ്യതയുണ്ട് എന്നും വിജിലൻസ് അന്വേഷണം അടക്കമുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല എന്നും പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് പിണറായിക്ക് എക്കാലവും ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവരാണ് എന്നും മനസ്സിലാക്കിയതിന്റെ പുറത്താണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമാണ്. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണം മാത്രം പോരാ, ചിലപ്പോൾ നമ്മൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടും. അതുപോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു അഭിഭാഷകൻ കൂടിയായ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി, മാത്യുവിന് തെറ്റുപറ്റി. ശ്രീ വസന്ത്, ഇത് ആത്യന്തികമായി ഗുണം കിട്ടിയത് സംസ്ഥാന സർക്കാരിനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശ്രീജിത്ത് പണിക്കർ, ഷോൺ പറഞ്ഞതിനോട് താങ്കൾ അത് ന്യായീകരിക്കുകയാണോ അതോ ഷോൺ പറഞ്ഞതിൽ വസ്തുതകളല്ലാത്ത കാര്യങ്ങളുണ്ടോ? ശ്രീജിത്ത്, താങ്കളുടെ നിരീക്ഷണം. അല്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീ ഷോണിന്റെ പരാതിയും ഈ ഒരു പരാതിയും വിഭിന്നമാണ് എന്നും അതിന് രണ്ട് രീതിയിൽ തന്നെ തീർപ്പാക്കേണ്ടതാണ് എന്നുമാണ്. കാരണം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതിന്
അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതാണ്. നേരെ മറിച്ച് ഇവിടെ ദി ഓണസ് വാസ് ഓൺ മാത്യു കുഴൽനാടൻ. അതായത് ആസ് എ കംപ്ലൈനന്റ് അദ്ദേഹത്തിനാണ് ആ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണോ അത് മെറിറ്റ് ബേസ്ഡ് ആണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിനാണ് അവിടെ ചുമതലയുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന രേഖകൾ എന്തൊക്കെയാണോ ആ രേഖകളുടെ പുറത്ത് മാത്രമേ കോടതിക്ക് അവിടെ ഒരു തീരുമാനം അവിടെ കൽപ്പിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതല്ലാതെ അതിന് പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് കോടതിക്ക് അന്വേഷിക്കേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം ഈ തെളിവുകളെല്ലാം അവിടെ കൊടുത്തിട്ട് എന്തൊക്കെ കണ്ടൻഷൻസ് ആണോ അദ്ദേഹം പറയുന്നത് അതിൽ മെറിറ്റ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചാൽ മറ്റുള്ള നടപടികളിലേക്ക് കോടതി കടക്കും എന്നുള്ളതാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ അതിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ആരോപണങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം പല സ്ഥലത്തും കോടതി അതിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ആരോപണം ഇതാണ്, അപ്പോൾ അതിന് നമ്മൾ ഫേസ് വാല്യൂവിൽ അതിനെ എടുത്താൽ പോലും അതിന് ഉപോത്ബലകമായ രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹം കൊടുത്തിട്ടില്ല. ഞാൻ ഇതിന്റെ രേഖകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ പോലും അദ്ദേഹം പറയുന്നതിനെ സാധൂകരിക്കാനുള്ള എന്തെങ്കിലും ഒരു കറസ്പോണ്ടൻസ്, ഔദ്യോഗികമായിട്ടുള്ള ഒരു റെക്കോർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഷ്രെഡ് ഓഫ് എവിഡൻസ് ഇവിടെ ഇല്ല എന്ന നിലയ്ക്കാണ് ഇതിൽ പറയുന്നത്. തന്നെയുമല്ല ഇതിന്റെ ഏറ്റവും അവസാനം കോടതി നൽകിയിരിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതിൽ പണം കൈപ്പറ്റിയതായി പറയുന്ന പല ആൾക്കാരുണ്ട്. ആ പല ആൾക്കാരിൽ ചിലർ മാത്രമാണ് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മകൾ, അവരുടെ കമ്പനി തുടങ്ങിയ കാര്യങ്ങൾ, അതുകൂടാതെ പോലീസിന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, മറ്റ് മാധ്യമങ്ങൾ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളത്. ആ ആൾക്കാരെ പറ്റി ആരെ പറ്റിയും ഈ പെറ്റീഷണർ അല്ലെങ്കിൽ ഈ കംപ്ലൈനന്റ് ബോധേഡ് അല്ല എന്ന രീതിയിലുള്ള തോന്നലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് ഏതാനും ചില വ്യക്തികൾ, ഇതിന്റെ ബെനിഫിഷ്യറികളായിട്ടുള്ള ഏതാനും ചില ആൾക്കാരിലേക്ക് മാത്രമായിട്ട് അദ്ദേഹം കേന്ദ്രീകരിക്കുകയും മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അൺഡ്യൂ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടോ, അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിനെ പറ്റി അദ്ദേഹം യാതൊരു വിധത്തിലുള്ള താല്പര്യവും കാണിച്ചിട്ടില്ല എന്നതൊരു കുറ്റപ്പെടുത്തലിന്റെ രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന രീതിയിലേക്കുള്ള ഒരു സംശയം ജനിപ്പിക്കാനായിട്ടും അതിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അത് കാരണമാകുമെന്ന നിലയ്ക്ക് കോടതി ഇവിടെ പറയുന്നത്. അപ്പൊ ഞാനിതിൽ കരുതുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടി ടൈറ്റർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ്, അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണോ ആ ആരോപണങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള സാധുത നൽകുന്ന രീതിയിലുള്ള തെളിവ്, ഇതിന്റെ ആ ഒരു ഫ്രെയിമിലേക്ക് ഏതൊക്കെ സ്ഥാപനങ്ങൾ, വ്യക്തികളൊക്കെ വരുന്നുണ്ടോ അവർക്കെതിരെയെല്ലാമുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് റീഫോർമാറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യമാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരല്പം ആവേശം കാണിച്ചതുകൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞത്. പക്ഷേ അത് പറയുമ്പോൾ പോലും ശ്രീ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ഓർഡറുകൾ നിലവിലുണ്ട്. ആ ഓർഡറുകളിൽ ഈ 2 കാര്യങ്ങൾ ബിയോണ്ട് ഡൗട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആ തെളിയിക്കപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന എൻക്വയറിയിൽ ഈ പറയുന്നത് പോലെ ഇവർക്ക് എന്ത് രീതിയിലുള്ള ഡീലാണ് നടന്നിരിക്കുന്നത്, എന്ത് രീതിയിലുള്ള സർവീസ് നൽകിയിട്ടാണ് ഇത് ഇവർക്ക് ഈ ഒരു പ്രതിഫലം കിട്ടിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം തന്നെ അവിടെയും വരേണ്ടതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു തെറ്റുണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോകാനായിട്ട് ഒരു അന്വേഷണ ഏജൻസിക്ക് അവിടെ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഒരു വിധി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനോടകം തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ CPM-ന് രാഷ്ട്രീയമായിട്ട് താൽക്കാലികമായിട്ട് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ആത്യന്തികമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന 2 ഏജൻസികളുടെ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള മെറിറ്റ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്വേഷണം എന്നതിനെ ഇത് യാതൊരു രീതിയിലും ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഷോൺ, ഈ പറയുന്ന 2 അന്വേഷണങ്ങളും SFIO-യും ED-യും ഈ അന്വേഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മന്ദീഭവിച്ചിട്ടുണ്ടോ? ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വരുന്നുണ്ടോ? എന്താണ് താങ്കൾ കുറെ അധികം ഡോക്യുമെന്റുകൾ നൽകുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ആ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? നിലവില് എലക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരു BJP-കാരനായിട്ടല്ല കേട്ടോ പറയുന്നത്. എലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ഇടയിൽ ഒരു ഘടകമാകാൻ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കാറില്ല. പക്ഷെ അവിടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാറും, പലപ്പോഴൊക്കെ ഉണ്ടാകാം. എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ്. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് SFIയുടെ അന്വേഷണം ഒരു സൈഡിൽ നിർത്തി കൃത്യമായി അവരുടെ അന്വേഷണം നീങ്ങുന്നുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ED-യെ സംബന്ധിച്ച് SFIക്ക് സെപ്റ്റംബർ 31 എന്ന് പറയുന്ന ഡേറ്റ് വരെ 8 മാസമാണ് അവർക്ക് സമയം കൊടുത്തിട്ടുള്ളത്. ആ 8 മാസം കഴിയാതെ എനിക്ക് ആ അന്വേഷണ ഏജൻസിയെ വിമർശിക്കാൻ മാർഗമില്ല. പക്ഷേ ED-യെ സംബന്ധിച്ച് എന്റെ വിശ്വാസം അനുസരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് 2 ആളുകളെ കഴിഞ്ഞ വ്യാഴാഴ്ചയും സമൻ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ തെളിവെടുപ്പുകൾ മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശ്രീ ഷോൺ ജോർജ്, നന്ദി ഇക്കാര്യങ്ങൾ സംസാരിച്ചതിന്.
ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ വിജിലൻസ് അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണ്ട എന്നുള്ള വിധി വന്നാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. രണ്ടും രണ്ട് കാര്യം തന്നെയാണ്. പക്ഷേ ഷോൺ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ കോർപ്പറേറ്റ് ഫ്രോഡ് തെളിയിക്കുവാൻ സാധിക്കും, അതിനൊപ്പം തന്നെ അഴിമതിയും അതിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന്. അല്ല, പരാജയപ്പെടുന്നവരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഇവിടെ വിഷയം. നമ്മളുടെ വിഷയം ഇപ്പൊ ഇതല്ലല്ലോ. മാത്യു കുഴൽനാടൻ എന്ന് കൊടുത്ത കംപ്ലൈന്റ് തള്ളിയതാണല്ലോ വിഷയം. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതെന്നൊക്കെ വസന്ത് പറഞ്ഞതൊക്കെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞില്ലേ ക്യാപ്സൂളുകൾ, അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് ക്യാപ്സൂൾ, ഇതിനകത്ത് വീണ്ടും വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് വസന്ത് തെങ്ങുംപടി തന്നെയാണ്. കാര്യം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, ആയുധമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ സ്വന്തമായിട്ട് കൂടുതൽ കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ കൂടുതൽ ചെളി ഉടുപ്പിൽ പറ്റുമെന്നല്ലാതെ എനിക്ക് വസന്തിനോട് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ മിണ്ടാതിരിക്കൂ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടോ? താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടോ? ഞാൻ നിയമ വിദഗ്ധനല്ല, എനിക്ക് LLB ഇല്ല. പക്ഷെ അത്യാവശ്യം വിധിന്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. താങ്കൾ മിണ്ടാതിരിക്കൂ. വീണ കുറ്റവിമുക്തിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും മിണ്ടാതിരിക്കേ. താങ്കൾ മിണ്ടാതിരിക്കാൻ ഞാൻ സംസാരിക്കുമ്പോൾ വസന്ത്, അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ അത് കുറ്റത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ, ആ ഒരു സബ്ജക്റ്റിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ കുറ്റവിമുക്ത എന്നുള്ള കാര്യത്തിന് പ്രസക്തിയില്ലല്ലോ. ശരി, ഡോക്ടർ ബി ജയരാജ്. അപ്പൊ ഇതിനകത്ത് ഈ ലാസ്റ്റ് ഒരു സെന്റൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. കോർട്ട് ഹാസ് ബീൻ ഓൺ ഗാർഡ് വൈൽ ഓർഡറിംഗ് ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻസ്റ്റ് എനി ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറി ഓഫീസർ ഓർ എനി പേഴ്സൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് സം കോഗ്നിറ്റീവ് ലീഗലി കോഗ്നിസബിൾ മെറ്റീരിയൽ. അതില്ലാതെ കൊടുക്കാൻ പാടില്ലെന്ന് മനോജ് എബ്രഹാമിന്റെ കേസിനകത്ത്, മനോജ് എബ്രഹാം വേഴ്സസ് ചന്ദ്രശേഖര മേനോൻ കേസിനകത്ത് ഈ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അതാണ് രണ്ടാമത്തെ കേസ് കോടതി കോട്ട് ചെയ്ത് പറയുന്നത്. അതിനെ ഉപോത്ബലകമായിട്ട് അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കേസുകളാണ്. ഒന്ന് രമേശ് ചെന്നിത്തലയുടെ കേസ്, രണ്ടാമത് മനോജ് എബ്രഹാമിന്റെ കേസ്. ഈ രണ്ട് കേസുകൾ വെച്ചിട്ടാണ് വിജിലൻസ് കോടതി ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയത്. ഇത് ഞാൻ പറഞ്ഞത് ഇയാളെ ഈ മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം മാത്യു കുഴൽനാടന്റെ മുഖത്തേറ്റ അടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. മാത്യു കുഴൽനാടന് കിട്ടാവുന്ന നല്ല തിരിച്ചടി കോടതിയുടെ രൂപത്തിൽ കിട്ടിയെന്നേ ഉള്ളൂ. പിന്നെ ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞതുപോലെ 25-ാം തീയതിയാണ് ഈ റിസൾട്ട് വന്നിരുന്നെങ്കിൽ ഇതാ കാണും. അതുകൊണ്ടാണ് ഇലക്ഷന് കോൺഗ്രസിന് സീറ്റുകൾ കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ 2020 വാങ്ങിയേനെ ആയിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് അവിടെ നടന്നിട്ടുണ്ട്, കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പുതിയൊരു നറേറ്റീവായിട്ട് വന്നേനെ. ഈ നറേറ്റീവ് ഇറക്കുന്നതിന് വലിയ സമയമൊന്നും വേണ്ടല്ലോ. ഒന്നുകിൽ ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക, അതല്ലെങ്കിൽ കാര്യം പറയുന്നുണ്ടെങ്കിൽ കൊഞ്ഞനം കുത്തുക. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്, കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൊഞ്ഞനം കുത്തലുകളൊന്നും ഇതിനെയൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ED SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണല്ലോ SFIO. അതുപോലെ ED എന്ന് പറയുന്നത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായ അധപ്പതിക്കുന്ന കേസുകൾ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടതാണ്. EDയും SFIO ഒക്കെ കേരളത്തിലോട്ട് വരുമ്പം വളരെ പരിശുദ്ധന്മാരും അവരെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടകയിൽ പോയാൽ, ആന്ധ്രയിൽ പോയാൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ, നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ മണിക്കൂറുകളോളം ഇരുത്തി വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയം, അത് ഭയങ്കര വേട്ടയാടലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കൂ, ഇവിടെ വന്ന് പ്രതിയെ ജയിലിലിടൂ, ഒരു കേസ് പോലും ഇല്ലാതെ. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ കരിമണൽ സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായ ശ്രീ സുരേഷ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശരി ജയരാജ്. അപ്പൊ അത്ര നിരുത്തരവാദപരമായിട്ട് സുരേഷ് കുമാർ, ഇതിപ്പോൾ ഈ നിങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട പരാതിയായിരുന്നുവല്ലോ, CMRL എന്ന കമ്പനി അനധികൃതമായിട്ട് ഇൽമനേറ്റ് സ്വന്തമാക്കുന്നു, അതിനുവേണ്ടിയാണ് ഈ കരിമണൽ ഖനനം തോട്ടപ്പള്ളി മേഖലയിൽ നടത്തിയത് എന്നുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിലുള്ള മണൽ വാരുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുത്തത് അത് വളഞ്ഞ വഴിയായിരുന്നു. അവിടുന്ന് മണലെടുത്ത് പോകുന്ന ലോറി ഹൈവേയിൽ CMRLന്റെ വശത്തേക്ക് തിരിയുന്നു എന്ന് പോലുമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി വിധി നോക്കുകയാണെങ്കിൽ CMRL അങ്ങനെ അനധികൃതമായ രീതിയിൽ, നിയമവിരുദ്ധമായ രീതിയിൽ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ കോടതി തള്ളുകയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല, ആലപ്പുഴ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടില്ല. ഈ കണ്ടെത്തലുകളാണ് കോടതി നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കരിമണൽ സംരക്ഷണ സമിതിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? സാറ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി, ആന്റി കറപ്ഷൻ
വിജിലൻസ് സെല്ലിൽ കോട്ടയത്തിന് കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തതാണ്. ആ കേസ് തള്ളുകയുണ്ടായി മാർച്ചിൽ. അത് വലിയ വാർത്തയായിട്ടൊന്നും ചർച്ചയ്ക്ക് വന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആന്റി കറപ്ഷൻ വിജിലൻസ് കോർട്ട് കോട്ടയത്തെ വിധിയും ഇപ്പോ തിരുവനന്തപുരം വിജിലൻസ് കോർട്ടിന്റെ വിധിയും നിയമവിദഗ്ധരൊന്ന് പഠിക്കേണ്ടതാണ്. അപ്പോ ഞങ്ങള് ഇപ്പൊ വന്ന വിധിന്യായത്തില് ഈ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങള് ഈ കർത്തയ്ക്കെതിരെയും അതേപോലെ തന്നെ KMML അല്ലെ CMRL ആ കമ്പനിക്കെതിരെ ഒന്നും പ്രതി പട്ടിക ചേർത്തിട്ടില്ല. ഞങ്ങൾ 7 പേര് പ്രതി പട്ടികയിൽ ചേർത്തത് ഈ CMRL കമ്പനിയും ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാറിനെയും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. ഞങ്ങളുടെ കേസ് തള്ളിയപ്പോ കോട്ടയം വിജിലൻസ് കോടതി ഞങ്ങളുടെ കേസ് തള്ളിയപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നിട്ട് ഇത് വാദിച്ചിട്ട് നമ്മുടെ കേസ് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ തള്ളിയപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഈ തള്ളിയ കേസാണ്, ഹൈക്കോടതിയിൽ കയറി തള്ളിയ കേസിൽ ഇതിനകത്ത് ഒരു അടിസ്ഥാനമില്ല, ഇത് ഈ കേസ് അതുകൊണ്ട് തള്ളുന്നു എന്ന് പറഞ്ഞാണ് തള്ളിയത്. ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഇതിന്റെ പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ ഈ അഴിമതി പറഞ്ഞില്ല. ഞങ്ങൾ അന്ന് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ അഴിമതി ആരോപണങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അഴിമതി ആരോപണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഈ കോടതിയിൽ പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു കേസ് ഈ വരുന്ന 14-ാം തീയതി കേസ് വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ നിയമ വ്യവസ്ഥകളിൽ നിന്ന് നമുക്ക് നീതി കിട്ടേണ്ട പല സ്ഥലങ്ങളിലും നീതി കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. പക്ഷേ ഇത് കോടതി പറയുന്നത് ഫാക്ട്സ് ഇല്ല എന്നുള്ളതാണ്. അതിന് ഉപോത്ബലകമായ രേഖകൾ നൽകുവാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെയിലുള്ള രേഖകളല്ലേ കൊടുക്കുന്നത് സാർ. ഈ രേഖകൾ കണ്ടെത്തേണ്ട വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവര് പരാതി ഏറ്റെടുത്തിട്ട് അവരല്ലേ രേഖകൾ സംഘടിപ്പിക്കണ്ടേ. ഇപ്പൊ നമ്മള് ഇതിനു വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പല ഏജൻസികളും ഉണ്ടല്ലോ. നമ്മൾ ഇത് സംബന്ധിച്ച് CBI എൻക്വയറി വേണം, ഇത് സംബന്ധിച്ച് വിജിലൻസ് പോലീസുകാർ ഇപ്പം വിജിലൻസ് പോലീസ് ആലപ്പുഴയിൽ നമ്മൾ കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റത്തില്ല, ഞങ്ങൾ ഡയറക്ടർ തീരുമാനിക്കണം. അപ്പം ഡയറക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തു. പക്ഷെ അവരന്വേഷിക്കാതെ വന്നപ്പോഴാണ് കോടതിയുടെ അടുത്ത് പോകുന്നത്. കോടതിയുടെ അടുത്ത് പോകുമ്പോൾ കോടതിയും ഇത് തള്ളിക്കളയുമ്പോൾ അതിന്റെ അപ്പർ കോർട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നടന്ന ഇപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ മണൽ ഘടന ഇവിടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ഈ മണൽ എടുക്കാൻ വേണ്ടി ഈ IREL-ലും KMML-ലും കമ്പനികൾ ഇവിടെ സർവേ നടത്തുകയാണ്, അതിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കുകയാണ്. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനിയും ഇത് എടുത്തിട്ട് ഇതിന്റെ ആത്യന്തിക ഗുണം കിട്ടുന്നത് CMRL തന്നെയാണ്. 135 കോടി രൂപ കൊടുത്തത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഈ CMRL-ന്റെ ഫിനാൻസ് ഓഫീസർ കൃത്യമായ മറുപടിയാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനം വഴി ഇൽമനേറ്റ് തരുന്നത് കൊണ്ടാണ് ഈ പണം കൊടുക്കുന്നത് എന്നാണല്ലോ അവർ വ്യക്തമായി പറഞ്ഞത്. ഇപ്പൊ ഇവിടെ KMML എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് ഈ പൊഴിമുഖത്തുനിന്ന് മണലെടുക്കാനായിട്ട്. അവിടെ ഇവർ IREL-നെ കൊണ്ടുവരികയാണ്. IREL-നെ അവരെ കൊണ്ടുവന്നിട്ട് 50-50 എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഇവര് ഷെയർ ചെയ്തിട്ട് ഇവര് ചെയ്യുന്നത് എന്താ, ഇവരുണ്ടാക്കിയ എഗ്രിമെന്റിൽ ഇവർ പറഞ്ഞു IREL വേർതിരിച്ചെടുക്കുന്ന ഇൽമനേറ്റ് മുഴുവൻ KMML-ന് തരണമെന്ന് പറഞ്ഞു. പക്ഷേ KMML-ന് ഭാഗികമായി കൊടുത്തിട്ട് കൂടുതലായിട്ട് ഇവർ ഇവിടുന്ന് 300 ലോഡ് ഇവിടെ കണ്ണ നടക്കുമ്പോൾ 300 ലോഡ് വരെ ഇതേ ബില്ല് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഈ CMRL-ലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് CMRL-ൽ നിന്നും വിദേശത്ത് അവർ കൊടുക്കുന്ന വിലയ്ക്ക് KMML വാങ്ങിക്കുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകർന്നു പോണതിന്റെ കാര്യം ഇതാണ്. ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതിനെക്കുറിച്ച് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുരേഷ്. ആ കോടതി വിധിന്യായത്തിൽ ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം CMRL ഈ റുക്ടൈൽ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഈ കമ്പനിക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉയർന്ന വിലയ്ക്കുമാണ്. പക്ഷേ CMRL-ന് കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് കിട്ടുന്നതിനെ കോടതി വിധിയിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്നാണെങ്കിൽ അവർക്ക് ഉയർന്ന വിലയ്ക്കാണല്ലോ കിട്ടുന്നത്, ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, അങ്ങനെ വാങ്ങിച്ചു കൂടായികയില്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത്.
സാറേ, ഇതിന്റെ ആത്യന്തിക ലാഭം ഉണ്ടാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമാണോ സ്വകാര്യ കമ്പനിയാണോ? സ്വകാര്യ കമ്പനി സ്വകാര്യ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരല്ലേ സാറേ? ഇപ്പൊ ഞങ്ങൾ കൊടുത്ത കേസ് ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ്? ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവർ. അവര് പ്രത്യക്ഷത്തിൽ പുറത്തു വരാതെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട്. ശരിയാണ് സുരേഷ്, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ നീതി തേടി എവിടെ പോകും സുരേഷ്? നീതി തേടി എവിടെ പോകും? ശരി, ഞാൻ നന്ദി. താങ്കൾ ഇത്രയും കാര്യങ്ങൾ പ്രതികരിച്ചതിന് നന്ദി. വരും ദിവസങ്ങളിലും വിളിക്കാം. താങ്കൾ ഇന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതാണല്ലോ അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ഇവിടെ ലാഭമുണ്ടാക്കിയത് CMRL എന്ന സ്വകാര്യ കമ്പനിയാണ്. അതുമാത്രം മതിയല്ലോ CMRLും എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാട് എന്താണ്, അതിന് CMRLന് കിട്ടിയ പ്രത്യുപകാരം എന്ത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ. അല്ല, തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് മാത്രമല്ല, അത് കോടതിക്കും അത് ബോധ്യമാകാത്ത കാര്യമല്ല. കാരണം ഇതിൽ കോടതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ CMRന് ലഭിച്ചിരിക്കുന്ന ബെനിഫിറ്റ് എന്താണ് എന്നതിനെ പറ്റി ഇതിൽ പരാതിയിൽ പറയുന്നില്ല, ഇതിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് CMRLന് ഈ പറഞ്ഞതുപോലെ ഇൽമനൈറ്റ് പോലെയുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ വളരെ ചെറിയ താഴ്ന്ന വിലയിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫാക്ച്വൽ അലഗേഷൻ ഈ പരാതിയിലെങ്ങും തന്നെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ അവർ പുറത്തു നിന്നാണ് റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് കൂടുതൽ പണം കിട്ടും. ഇവിടെ നിന്നാണ് കൂടുതൽ പണം മുടക്കേണ്ടി വരും. ഇവിടെ നിന്നാണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി കുറഞ്ഞിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇൽമനൈറ്റ് പോലെയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ വളരെ താഴ്ന്ന വിലയ്ക്കാണ് കിട്ടുന്നത് എന്നതിൽ ഒരു ഫാക്ച്വൽ അലഗേഷൻ അവിടെ കംപ്ലൈന്റിൽ ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു ഫാക്ച്വൽ അലഗേഷൻ ഇതിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശ്രീ മഞ്ജുഷ്, ഞാനിതിൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അന്വേഷണ ഏജൻസി അതിന്റെ ഫുൾ സ്കോപ്പിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു കേസ് അന്വേഷിക്കുന്നതും എന്നാൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള മറുപടി മെറ്റീരിയൽ എവിഡൻസോടുകൂടി തന്നെ ഒരു പരാതിക്കാരൻ കോടതിയിൽ സമർപ്പിക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. ഇവിടെ മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഓബ്വിയസ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതേപടി തന്നെ അവിടെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ എൻക്വയറി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ നടത്തുന്നതിന് തുല്യമാണ്. നേരെ മറിച്ച് അത് നടത്താൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഉള്ളപ്പോൾ ആ ഏജൻസിയാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കോടതി പറയുന്ന ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇപ്പൊ തന്നെ കോടതി പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല ആരോപണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ ആരോപണങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ചതിന് ശേഷം അതിലേക്ക് എത്തുന്നതിനുള്ള എവിഡൻസ് ഇവിടെ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ പല എവിഡൻസുകളും ഒരു പക്ഷേ ഒരു അന്വേഷണം നടത്തിയാൽ അതിന്റെ ഭാഗമായിട്ട് മാത്രം പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ കോടതി കൃത്യമായ രീതിയിലുള്ള പരിഗണന അവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള തെളിവ് അതേ രീതിയിൽ തന്നെ മാത്യു കുഴൽനാടൻ നൽകുകയാണ് എങ്കിൽ പിന്നെ ഫർദർ ഒരു എവിഡൻസ്, ഒരു എൻക്വയറി പോലും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രഥമ കേസ് അവിടെ മേക്കൗട്ട് ചെയ്യുന്നത് മാത്രം പോരാ, നേരെ മറിച്ച് മറ്റുള്ള കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളും തെളിവുകളും അദ്ദേഹം തന്നെ കൊടുക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് നേരത്തെ അല്പം മുമ്പ് ശ്രീ ജയരാജ് വായിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കൂടുതൽ സോളിഡ് ആയിട്ടുള്ള ബേസ്, മെറിറ്റുള്ള എവിഡൻസുകൾ ഇവിടെ കൊടുക്കണം എന്ന രീതിയിലുള്ള നിഷ്കർഷ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് നിയമ സംവിധാനത്തിന്റെ ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഡിബേറ്റബിൾ ആണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം പറയാവുന്നത്, ഇതുകൊണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രാഥമികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ദുർബലമാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിന് കണ്ടെത്തലുകളുണ്ട്, അത് അൺചാലഞ്ച്ഡ് ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ആരും പോയിട്ട് മറിച്ചൊരു ഓർഡർ നേടിയെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ തന്നെ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത പരാമർശങ്ങൾ എക്സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ഇവർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. അതിനവർ ശ്രമിച്ചിട്ടുള്ളതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിജിലൻസ് എൻക്വയറി നടന്നാലും ഇല്ലെങ്കിലും, കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നാലും ഇല്ലെങ്കിലും, മാത്യു കുഴൽനാടനോ മറ്റാരെങ്കിലുമോ ഇത്തരത്തിലുള്ള പരാതി കൊടുത്താലും ഇല്ലെങ്കിലും മറ്റേതിന്റെ മെറിറ്റിനെ അത് ബാധിക്കുന്ന വിഷയമല്ല. SFIO അന്വേഷിക്കുമ്പോഴോ ED അന്വേഷിക്കുമ്പോഴോ വിജിലൻസ് കോടതി ഈ രീതിയിലുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇനി നിങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കാനല്ലേ നിർവാഹമുള്ളൂ? SFIOയുടെയും EDയുടെയും ഒരിക്കലുമല്ല ശ്രീ മഞ്ജുഷ്, ഇതൊരു കീഴ്ക്കോടതി വിധിയാണ്. ഒന്ന്, രണ്ട് കാര്യം, ഒരു മിനിറ്റിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. വിശ്വസിക്കുകയാണോ? അല്ലല്ല, ഞങ്ങളെ അടക്കം ഈ വിധി ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഒന്ന്, നേരത്തെ അദ്ദേഹവും ശ്രീജിത്തും പറഞ്ഞതുപോലെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷണർ കോടതിയെ സമീപിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ എന്താണോ കണ്ടെത്തപ്പെടണമെന്ന് പെറ്റീഷണർ ആവശ്യപ്പെടുന്നത് അത് അതേപടി
കണ്ടെത്തിക്കൊണ്ട് വരാൻ കോടതി ആവശ്യപ്പെടുകയാണ്. അത് ഒരു കാരണവശാലും ഒരു കോടതിയിലും കീഴ്വഴക്കത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ ആ കേസ് വാലിഡ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യാ ആ കേസ് വാലിഡ് ആണ്. കാര്യം ഗവൺമെന്റ് ഓർഡർ 2019 വരുന്നു. 2023 ഈ ആരോപണം വരുന്നോടം വരെ CMRL അനുസ്യൂതമായി ഇത് ഖനനം നടത്താനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. അത് തന്നെ പ്രഥമ ദൃഷ്ട്യാ വേണമെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷെ കോടതി അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുന്നതിന്, നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയല്ലേ, കർത്തച്ചേട്ടൻ നമുക്ക് അറിയാവുന്ന ആളല്ലേ, പുള്ളിക്ക് 2 ലാഭം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന രീതിയാണ് കോടതി എടുത്തിരിക്കുന്നത്. വളരെ കൃത്യമാണ് ശ്രീ മാത്യു കുഴൽനാടന്റെയും കോൺഗ്രസിന്റെയും നിലപാട്. ഇതൊരു കീഴ്ക്കോടതി വിധി മാത്രമാണ്. ഇതിന് മുകളിലും കോടതികളുണ്ട്. നേരത്തെ ശ്രീ ജയരാജ് ഞങ്ങളെ കളിയാക്കിയതുപോലെ സുപ്രീം കോടതി അഭിഭാഷകർ മാത്യു കുഴൽനാടൻ മാത്രമല്ല ഒരുപാട് പേർ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. സുപ്രീം കോടതി വരെ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ മുമ്പോട്ട് അപ്പീലുമായി മുമ്പോട്ട് പോകാൻ. ശരി, നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി വസന്ത്, നന്ദി ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ ബി ജയരാജ്, എസ് സുരേഷ് കുമാർ, ഷോൺ ജോർജ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം